സാംസങ്ങിൻ്റെ സാംസങ് F12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ സാംസങ് M12 എന്ന ഫോണിലെ അതേ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. പിന്നെ സാംസങ് M12 എന്ന ഫോണിൻ്റെയും അതുപോലെ തന്നെ F12 എന്ന ഫോണിൻ്റെയും വില സെയിം ആണ്. അപ്പം പലരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, പിന്നെ എന്തിനാണ് സാംസങ് F12 എന്ന ഫോൺ ലോഞ്ച് ചെയ്തത്? ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F12 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് F12 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് പല ഫോണുകളിലും ഫുൾ HD റെസൊല്യൂഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സാംസങ് F12 ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലും നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ആണോ ബെറ്റർ, അതല്ലാന്നുണ്ടെങ്കിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണോ ബെറ്റർ എന്നുള്ള കാര്യം അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫുൾ HD റെസൊല്യൂഷൻ ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. കമ്പനി ഈ ഒരു ഡിസൈനിനെ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 221 ഗ്രാമാണ്. അപ്പോൾ ഈ ഫോണിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.7 mm ആണ്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം കൂടുതലാണ്. പക്ഷേ ഇതിനുള്ളൊരു കാരണം ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോണിൻ്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെ കൂടിയിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെലസ്റ്റിയൽ ബ്ലാക്ക്, സ്കൈ ബ്ലൂ, പിന്നെ സീ ഗ്രീൻ. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ exynos 850 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വലിയ തരക്കേടില്ല. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ 4 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ 1 TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്കുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള One UI 3.1 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. 48 മെഗാപിക്സലിലെ F2.0 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് GM2ൻ്റെ സെൻസറാണ്. പിന്നെ 5 മെഗാപിക്സലിലെ F2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിലെ F2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിലെ F2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ F2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ തന്നെ 15 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10,990 രൂപയാണ്. 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 11,990 രൂപയാണ്. പിന്നെ ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫ് ലഭിക്കും. ഏപ്രിൽ 12 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ Samsung.com വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സാംസങ് M12 എന്ന ഫോണിലെ അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് സാംസങ് F12 എന്ന ഫോണിലും വരുന്നത് എന്നുള്ള കാര്യം. എന്നിട്ടും സാംസങ് F12 എന്ന ഫോൺ എന്തുകൊണ്ട് ലോഞ്ച് ചെയ്തു എന്ന് ചോദിച്ചാൽ സാംസങ് M12 എന്ന ഫോണിൻ്റെ സെയിൽ നടക്കുന്നത് ആമസോണിലാണ്. എന്നാൽ സാംസങ് F12 എന്ന ഫോണിൻ്റെ സെയിൽ നടക്കുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും അവർക്ക് കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാംസങ് F12 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സാംസങ് M12 എന്ന ഫോൺ ആമസോണിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ സാംസങ് M12 എന്ന ഫോൺ മേടിക്കാം. അതല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ സാംസങ് F12 എന്ന ഫോൺ മേടിക്കാം.
എന്തായാലും ഓവറോൾ നമ്മൾ ഈ ഫോണിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.